الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മളെല്ലാം ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിത ഉപാധികളിൽ അള്ളാഹു സന്തോഷവും ബറക്കത്തും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ഒരു കർഷകനായ ഒരാൾ നബി തങ്ങളുടെ അടുക്കൽ ചെറിയൊരു പൊതിയുമായി നബി തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ വിളവെടുത്ത എൻ്റെ മുന്തിരിങ്ങയുടെ ആദ്യത്തെ ഫലമാണ്. സഹാബാക്കളൊക്കെ അങ്ങനെയാണ്. ആദ്യമായി അവർ വിളവെടുക്കുമ്പോൾ അത് സ്നേഹത്തോടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിലേക്ക് ആ പൊതി കൊടുക്കുകയാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുന്തിരിങ്ങ ഇങ്ങനെ പറിച്ചെടുത്ത് പുന്നാര നബിയുടെ വായിലേക്ക് വെച്ച് അതിങ്ങനെ ചവച്ച് തിന്നുകയാണ്. സ്വഹാബാക്കൾ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ നബി തങ്ങൾ അത് സ്വഹാബാക്കൾക്ക് പങ്കുവെക്കുമായിരുന്നു. പക്ഷേ ഇത് ഒരെണ്ണം പോലും നബി തങ്ങൾ സഹാബാക്കൾക്ക് കൊടുക്കാതെ ഓരോന്നോരോന്നായി നബി തങ്ങൾ അത് കഴിക്കുകയാണ്. ഇത് കണ്ട് ആ കൊണ്ടുവന്ന പ്രിയപ്പെട്ട ആ മനുഷ്യൻ വളരെ സന്തോഷവാനായി, ഞാൻ കൊണ്ടുവന്നതെല്ലാം എൻ്റെ ഹബീബ് കഴിച്ചല്ലോ എന്ന സന്തോഷത്തോടുകൂടെ അവിടെ നിന്ന് വലിയ സന്തോഷത്തോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ സഹാബാക്കൾ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, പുന്നാര നബിയെ, സാധാരണ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ഞങ്ങൾക്ക് കൂടി അങ്ങ് വീതിച്ച് നൽകാറുണ്ട്. പക്ഷെ അത്ഭുതം തോന്നുന്നു, എന്തുകൊണ്ടാണ് ഇപ്രകാരം എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ കൊണ്ടുവന്ന മുന്തിരിങ്ങക്ക് പുളിപ്പുണ്ടായിരുന്നു. ആ പുളിപ്പുള്ള മുന്തിരിങ്ങ ഞാനിങ്ങനെ ഓരോന്നോരോന്നായി കഴിക്കുകയായിരുന്നു. അദ്ദേഹത്തിനത് സന്തോഷമാകാൻ വേണ്ടി. ഒരുപക്ഷെ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറിച്ചെടുത്ത് നൽകുമ്പോൾ, അത് കഴിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഭാവ പകർച്ച അദ്ദേഹം ശ്രദ്ധിക്കാനിടയാകും. അതല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞു പോകും, അത് പുളിപ്പാണല്ലോ എന്ന്. അത് അദ്ദേഹത്തിന് വല്ലാതെ ഹൃദയത്തിൽ വിഷമമുണ്ടാക്കും. ആയതിനാലാണ് അദ്ദേഹം കാണുക അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് സന്തോഷമാകാൻ വേണ്ടി വളരെ സന്തോഷത്തോടുകൂടെ ആ പുളിപ്പുള്ളത് മുഴുവനും ഞാൻ കഴിച്ചത് എന്ന് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മാനുഷിക ബന്ധങ്ങൾക്കിടയിലുള്ള മൂല്യം, മനുഷ്യബന്ധങ്ങൾക്കിടയിലുള്ള ആ പവിത്രത, മനുഷ്യന്മാർക്കിടയിലുള്ള സ്നേഹം, മനുഷ്യന്മാർക്കിടയിലുള്ള ഊഷ്മളത, പരസ്പരം ആദരവ്, സ്നേഹം, ബഹുമാനം, ഇതെല്ലാം ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് മാനുഷികമായ ബന്ധങ്ങൾക്കിടയിൽ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യന്മാർക്കിന്ന് പരസ്പരം സ്നേഹിക്കാനും ആദരിക്കാനും കഴിയാതെ പോകുന്നു. മനുഷ്യന്മാരുടെ മൂല്യങ്ങൾ പരസ്പരം അംഗീകരിക്കാൻ ആർക്കും സാധിക്കാതെ പോകുന്നു. ഞാനാണ് ഏറ്റവും വലിയ കേമൻ എന്നുള്ള നിലയിൽ, ബാക്കിയുള്ളവരെല്ലാം എൻ്റെ കീഴെയാണ് എന്നുള്ള നിലയിലാണ് ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും വംശത്തിൻ്റെ പേരിലുമെല്ലാം ഇന്ന് ആളുകൾ പരസ്പരം കഴുത്തറുക്കുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ ബന്ധമില്ല. മനുഷ്യന്മാരുടെ ഇടയിലുള്ള ബന്ധങ്ങളുടെ മൂല്യങ്ങൾ പരിഗണിക്കാൻ ആളുകൾക്ക് സാധിക്കാതെ പോകുന്നു. ഇന്ന് നോക്കൂ, എത്രയെത്ര ആളുകളുടെ വീടുകളിലാണ് വളർത്തുമൃഗങ്ങളുള്ളത്. അവർ നായയെയും പൂച്ചയെയും എല്ലാം കൃത്യമായി പരിചരിക്കുന്നു. അതിനു വേണ്ടുന്ന എല്ലാ സംഗതികളും അവർ ചെയ്യുന്നു. അതിനുവേണ്ടി ഫുഡ് തീർന്നു പോയാൽ കൃത്യമായി അത് വാങ്ങുവാൻ അവർ വല്ലാതെ വെപ്രാളമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അതിനെന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അതിനെ ചികിത്സിക്കാൻ വലിയ പൈസ കൊടുത്ത് അതിനെ ചികിത്സിക്കാൻ അവർ തയ്യാറാകുന്നു. അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ധാരാളം പൈസ ആളുകൾ ചെലവാക്കുകയാണ്.
ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, നല്ല കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഒരു മൃഗത്തേക്കാൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളർത്തുമൃഗങ്ങളെക്കാൾ എത്രയോ മൂല്യമായിരുന്നു മനുഷ്യൻ പരസ്പരം നൽകേണ്ടിയിരുന്നത്. സ്വന്തം മാതാപിതാക്കളെ പോലും പരിഗണിക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾ വയസ്സായാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനും അവർക്കാവശ്യമായ വൈദ്യ സഹായം നൽകാനും മടിക്കുന്ന ആളുകളാണ് ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്കിടയിലുള്ള മൂല്യങ്ങൾ എത്രത്തോളം നഷ്ടമായിരിക്കുന്നു എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ സഹോദരൻ കൊണ്ടുവന്ന ആ സമ്മാനപ്പൊതിയിൽ നിന്നും ഏതെങ്കിലും നിലയിലുള്ള ഒരു ഭാവപ്പകർച്ച ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് ആ പൊളിപ്പുള്ള മുഴുവൻ മുന്തിരിങ്ങയും മുഴുവനായി കഴിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര മൂല്യമാണ് മനുഷ്യൻ്റെ ആ ബന്ധങ്ങൾക്കിടയിൽ നൽകിയിട്ടുള്ളത് എന്ന് നാം ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധങ്ങളുടെ മൂല്യങ്ങളിൽ ഏതെങ്കിലും നിലയിലുള്ള വിള്ളൽ വീണാൽ അത് ആഖിറത്തിൽ പോലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പാപ്പരാസികൾ ആരാണെന്ന് അറിയുമോ? ഒന്നുമില്ലാത്തവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സ്വഹാബത്തിനോട് നബി തങ്ങൾ ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. ഞങ്ങളിലെ പാപ്പരാസികൾ ഒന്നുമില്ലാത്തവരെന്ന് പറഞ്ഞാൽ സമ്പാദ്യങ്ങളില്ലാത്തവരാണ്, മുതലുകളില്ലാത്തവരാണ് നബിയെ എന്ന് സഹാബാക്കൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസകാത്തിൻ. ധാരാളം അമലുകളുടെ കൂമ്പാരങ്ങളുമായി, ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത, നോമ്പെടുത്ത, നമസ്കരിച്ച, സകാത്ത് കൊടുത്ത കൂലികളുമായെല്ലാം നാളെ ആഖിറത്തിലേക്ക് വരുന്ന ഒരാളാണ് പാപ്പരാസി. തീർന്നില്ല, നബി തങ്ങൾ അവിടെയല്ല നിർത്തിയത്. അങ്ങനെ പ്രതിഫലത്തിൻ്റെ കൂമ്പാരവുമായി വരുന്നയാളല്ല. അപ്പോൾ മറ്റൊരാൾ അവിടെ വരികയാണ്. മറ്റൊരാൾ അവിടെ വന്നിട്ട് പറയുകയാണ് അള്ളാഹുവിനോട്, അള്ളാഹുവെ ഖദ് ശതമഹാദാ വസഫക ദമഹാദാ വലറബഹാദാ എന്നെല്ലാം അയാൾ പറയണം. പടച്ചവനെ, ഈ അമലുകളുടെ കൂമ്പാരവുമായി ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യൻ എന്നെ അകാരണമായി ചീത്ത വിളിച്ചു, എന്നെ ഉപദ്രവിച്ചു, എന്നെ ആക്രമിച്ചു, എന്നെ ബുദ്ധിമുട്ടിച്ചു, എന്നെ പ്രയാസപ്പെടുത്തി എന്നെല്ലാം ഇങ്ങനെ അള്ളാഹുവിനോട് പരിതപിക്കും. അള്ളാഹുവിനോട് അവൻ്റെ പ്രയാസങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ യജമാനനായ റബ്ബ്, നീതിപൂർവകമായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യജമാനനായ റബ്ബ് കൃത്യമായി അത് പരിശോധിച്ചതിന് ശേഷം ഈ പരാതി പറഞ്ഞ ആൾക്ക് ധാരാളം അമലുകളുമായി വന്ന ആളുകളുടെ അമലുകൾ എടുത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ അമലുകളെല്ലാം എടുത്തു കൊടുത്ത് അതെല്ലാം തീർന്നു കഴിയും. അപ്പോഴും ഇത്തരം ആളുകൾ, ഇയാളുടെ പരാതികൾ പറയാൻ വേണ്ടി ആളുകൾ ശേഷിക്കുമ്പോൾ അവരുടെ തിന്മകൾ, ആ പരാതി പറയുന്ന ആളുകളുടെ തിന്മകളെല്ലാം അമലുകളുടെ കൂമ്പാരങ്ങളുമായി വന്ന ആളിലേക്ക് കൊടുക്കുകയാണ്. അവസാനം ധാരാളം അമലുകളുമായി വന്നയാൾ തെറ്റുകളുടെ കൂമ്പാരവുമായി മുഖം കുത്തിയവനായ നിലയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. എന്ന് പള്ളിയുമായി, ദീനുമായി, അതല്ലെങ്കിൽ വലിയ നന്മയുടെ ആളുകളായി അവകാശപ്പെടുന്നവരിൽ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നു എന്നതാണ്. ഞാൻ നമസ്കരിക്കും, നോമ്പെടുക്കും, സക്കാത്ത് കൊടുക്കും, മറ്റിതര ഇബാദത്തുകളുമായെല്ലാം ബന്ധപ്പെടും. പക്ഷേ മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധത്തിൻ്റെ മൂല്യങ്ങൾ പരിഗണിക്കുന്നില്ല. അവനെ അകാരണമായി അവനെ മർദ്ദിക്കുന്നു, അവനെ ഉപദ്രവിക്കുന്നു, അവനെ പ്രയാസപ്പെടുത്തുന്നു, അവനെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായെല്ലാം ബന്ധപ്പെടുന്ന വ്യക്തിയാണ്. നോക്കൂ, മനുഷ്യൻ്റെ ആ ബന്ധങ്ങൾക്കിടയിലുള്ള മൂല്യങ്ങൾ പരിഗണിക്കാത്തതിൻ്റെ പേരിൽ അമലുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ പരിഗണിക്കാതെ ആ പ്രശ്നവുമായി വന്ന, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ആ മൂല്യങ്ങൾ പരിഗണിക്കാതെ അവനെ ഇകഴ്ത്തുകയും അവനെ ഉപദ്രവിക്കുകയും ചെയ്ത ആളുകൾക്ക് അവൻ്റെ നന്മകൾ കൊടുത്ത് ഇവൻ്റെ തിന്മകൾ അവനിലേക്ക് നൽകിയിട്ട് അമലുകളുടെ കൂമ്പാരവുമായി വന്ന ആൾ അവസാനം നരകത്തിലേക്ക് പോകുന്ന ദുർഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. എത്ര ഗൗരവപരമാണ് സഹോദരങ്ങളെ. മനുഷ്യന്മാർക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ ഇന്ന് ബന്ധങ്ങളില്ല. പരസ്പരം ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന സഹോദരങ്ങൾക്കിടയിൽ ഇന്ന് ബന്ധമില്ല. പരസ്പരം അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, അവരുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ന് കഴിയുന്നില്ല. ഇന്ന് അണുകുടുംബമായി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്ന കൺസെപ്റ്റിലായി ആളുകൾ പോവുകയാണ്. അടുത്തുള്ളവരെ പരിഗണിക്കാൻ, പാവങ്ങളെയും സാധുക്കളെയും അശരണരെയും ആലംബഹീനരെയും ഇന്ന് പരിഗണിക്കാൻ ആർക്കും സമയമില്ലാതെ പോവുകയാണ്.
സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളുമായി, അതല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ മാത്രം നടക്കണമെന്നുള്ള ചിന്തയിൽ ഇന്ന് ആളുകൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരെ ഒന്ന് പരിഗണിക്കാൻ പോലും കഴിയുന്നില്ല. വിഷമാവസ്ഥയിൽ കിടക്കുന്ന, രോഗിയായി കിടക്കുന്ന ഒരു സാധുവായ ഒരു പാവപ്പെട്ട മനുഷ്യനെ പരിഗണിക്കാൻ പോലും ഇന്ന് ആളുകൾക്ക് സാധ്യമാകാതെ പോവുകയാണ്. മാനുഷികമായ മൂല്യങ്ങൾക്ക് വലിയ വലിയ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ്, പ്രശ്നമുണ്ടാക്കിയിരിക്കുക. വർഗീയത, ആളുകൾക്കിടയിൽ വർഗീയത, ചേരിതിരിവുകൾ സൃഷ്ടിക്കുകയാണ്. എന്തെല്ലാമാണ് പറയുന്നത്? വംശീയമായി അധിക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വളരെ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്നു. മനുഷ്യന്മാർക്കിടയിൽ മൂല്യത്തിന്, അതല്ലെങ്കിൽ ആ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അവരുടെ നാവുകൾക്ക് പോലും കഴിയുന്നില്ല. അവരുടെ മനസ്സകങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന വർഗീയതയുടെ തീഷ്ണത എത്ര കടുപ്പമുള്ളതായിരിക്കും. അവരെന്താണ് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന നന്മ? അവർക്കെന്ത് നന്മയാണ് പകർന്നു കൊടുക്കാൻ കഴിയുക? അവർ എന്ത് ജനസേവകരായിട്ടാണ് മാറുക? ആലോചിച്ച് നോക്കൂ, എത്രത്തോളം മോശമായ രൂപത്തിലാണ് ആളുകളെ നിർദാക്ഷിണ്യം ആക്രമിക്കുകയാണ്. അവർ ഏതെങ്കിലും തരത്തിലുള്ള ബീഫ് കടത്തി, അതല്ലെങ്കിൽ മാംസത്തിൻ്റെ പേരിൽ ആളുകളെ തല്ലി അവരെ ആക്രമിക്കുകയാണ്. എത്ര വലിയ വിപത്താണ്! മാതാപിതാക്കളെ ആക്രമിക്കുന്നു, കുട്ടികളെ ആക്രമിക്കുന്നു, അതോടൊപ്പം തന്നെ വൃദ്ധരായ ആളുകളെ ആക്രമിക്കുന്നു. സമൂഹത്തിൽ തടിയും മിടുക്കുമുള്ളവർ കാര്യക്കാരനാന്നുള്ള നിലയിൽ ഇങ്ങനെ പോവുകയാണ് സഹോദരങ്ങളെ. പക്ഷേ നാം പരസ്പരം മൂല്യം നൽകണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഒരു യാത്ര പോവുകയാണ്. ആ യാത്രാമധ്യേ അവർക്ക് ഭക്ഷണത്തിന് ആവശ്യം വന്നപ്പോൾ നബിയും സഹാബാക്കളും ഒരിടത്തിറങ്ങുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ ആടിനെ അറുക്കാം, ഞാൻ ഭക്ഷണം പാചകം ചെയ്യാം, ഞാൻ വിറക് ശേഖരിക്കാം എന്നെല്ലാം ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ ജോലികളുമായി ബന്ധപ്പെടുമ്പോൾ ലോകത്തിൻ്റെ ചക്രവർത്തി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടൊപ്പം വിറക് ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഞാനും വരാം വിറക് ശേഖരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്. നബിയെ വേണ്ട, അങ്ങ് അവിടെ ഇരിക്കണമെന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാനും നിങ്ങളിൽ ഒരാളാകാനാണ്, നിങ്ങളോടൊപ്പമുള്ള ഈ പ്രവൃത്തിയിൽ പങ്കാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള നല്ല സേവകരാകണം നാം ഓരോരുത്തരും. മനുഷ്യന്മാർക്കിടയിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന, ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്ന ആളുകളായി നാം ഓരോരുത്തരും മാറണം. നാഥനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ആളുകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണ്. അവനെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് എല്ലാം ലഭിക്കണമെന്നുള്ള ചിന്തയാണ് സഹോദരങ്ങളെ. അപ്രകാരം ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും സാമ്പത്തികമായ ആവശ്യം ഒരാൾക്കുണ്ടെങ്കിൽ അവനെ അതുവഴിയായി അവനെ ചൂഷണം ചെയ്തുകൊണ്ട് സാധാരണ ഉള്ളതിനേക്കാൾ വില താഴ്ത്തിയിറക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അവനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ അവന് വലിയ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നു, അപ്പോൾ അവന് കുറച്ച് വസ്തു ഉണ്ട് എന്ന് കരുതുക. അങ്ങനെ ആ വസ്തു വാങ്ങാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ ഇത് അവൻ്റെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് സാധാരണയിൽ നിന്നും വില ഇടിച്ചു താഴ്ത്തി അവൻ്റെ ആവശ്യം തിരിച്ചറിയുമ്പോൾ അവന് നന്നായി അവനെ സഹായിക്കാനുള്ളതിന് പകരം അവനെ അതിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന ആളുകളും ഇന്ന് കുറവല്ല സഹോദരങ്ങളെ. ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ നല്ല ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വലിയ ദാരിദ്ര്യവും പ്രയാസവുമെല്ലാം അനുഭവിക്കുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിന്നെ കണ്ടപ്പോൾ വലിയ ദാരിദ്ര്യവും പ്രയാസവും വിഷമവും ഒക്കെ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യവും പ്രയാസവും എല്ലാം അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ബഹുമാന്യനായ ജാബിർ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രയാസവും വിഷമവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഒട്ടകത്തെ വിൽക്കാൻ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ നല്ല വില ആ ഒട്ടകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, ഈ ഒട്ടകവും നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന്. നോക്കി, അദ്ദേഹത്തിൻ്റെ ആ സാമ്പത്തിക പ്രയാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഒട്ടകം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയിട്ട് വലിയ വില, ആ ഒട്ടകത്തിനേക്കാൾ മെച്ചമായ വില നൽകുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൈസയും അദ്ദേഹത്തിന് കൊടുക്കുന്നു, ആ ഒട്ടകവും അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്തൊരു സഹായമാണ്! ഇതുപോലെ പരസ്പരം സഹായിക്കാൻ നമുക്ക് സാധ്യമാകണം സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധങ്ങളിലെ മൂല്യച്യുതി ഇപ്രകാരം വളരെ വർദ്ധിച്ച തോതിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നാം എല്ലാം അപ്രകാരമാകാതെ ഒഴുക്കിനെതിരെ നീന്തുന്ന, പരസ്പരം സ്നേഹിക്കാനും ആദരിക്കാനും അതോടൊപ്പം തന്നെ മൂല്യങ്ങൾ, ആ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോരുത്തരോടും ഇടപെടുന്ന മര്യാദയോടെ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. അപ്പോഴാണ് നമുക്ക് ആഖിറത്തിൽ വിജയം ലഭിക്കുക എന്ന്
സയ്യിദുൽ കൗനൈൻ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി. എന്തിനാണ് നാം പരസ്പരം കാണുന്ന? നമ്മൾ എത്ര നാളാണ് ഈ ഭൂമിയിൽ ജീവിക്കുക? ജീവിച്ചു കഴിഞ്ഞ് ഒരു നാളിൽ നാം ഈ ലോകത്ത് നിന്ന് വിട പറയുമല്ലോ. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള വളരെ കുറഞ്ഞ നാളിൽ നമ്മൾ എന്തിനാണ് വെറുതെ അടിയും പിടിയും ബഹളവും വൈരാഗ്യവും വിദ്വേഷവും വർഗീയതയും വംശീയതയും അതോടൊപ്പം തന്നെ പരസ്പരം അക്രമവും അസൂയയും പകയും വിദ്വേഷവും കറുപ്പും കുനിഷ്ടും കുബുദ്ധിയുമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? എന്തിനാണ് അതിൻ്റെ കാര്യമുള്ളത്? നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടോ ഇവിടെ? നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ലല്ലോ. പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് നമ്മൾ സംസാരിച്ച് തീർക്കണം. അവിടെ സംസാരിച്ച് തീരുന്നതാകണം നമ്മുടെ പ്രശ്നം. അല്ലാതെ മനുഷ്യനെ കൊല്ലുവാൻ, മനുഷ്യനെ ആജീവാനന്ദം അവനെ ശത്രുവായി പ്രഖ്യാപിക്കാൻ തക്കവണ്ണമുള്ള കറുത്ത മനസ്സിൻ്റെ ഉടമകളായി നാം മാറാൻ പാടില്ല. പരസ്പരം സ്നേഹത്തോടെ, ഐക്യത്തോടെ, ഊഷ്മളതയോടെ നമ്മുടെ രാജ്യത്ത്, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ അയൽപക്കത്തുള്ളവരോട്, നമ്മുടെ രാജ്യത്തുള്ളവരോടെല്ലാം ഏറ്റവും നല്ലതുപോലെ ഏറ്റവും മാന്യമായ രൂപത്തിൽ, നമ്മുടെ മാന്യത പ്രകാരമാണോ ആ മാന്യതയ്ക്കനുസൃതമായി നമുക്ക് ഓരോരുത്തർക്കും ബന്ധപ്പെടാം, ഇടപെടാം. നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.